ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നോർമലായിട്ട് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കുമ്പോൾ മൈദ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കാറ്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ മൈദയിൽ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി തന്നെയാണ്. ഞാനിപ്പോൾ എടുത്ത ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാമിൻ്റെ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ കടുക് മണി പോലെയുള്ള ഈസ്റ്റ് കൂടെ കിട്ടും, പൊടിയല്ലാത്ത വിധത്തിൽ. അത് ഡയറക്റ്റായിട്ട് ചേർക്കാൻ പറ്റില്ല. അത് നമ്മൾ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ചൂടായിട്ട് പാലിലോ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കുന്നതാണ്. അതുകൂടാണ്ട് നിങ്ങളതിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ഇവിടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ടും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. സെയിം ഇതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാനിതിൽ കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നോർമൽ സൺഫ്ലവർ ഓയിൽ, അതുപോലെ ഏത് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തൈര് ചേർക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിത് ചപ്പാത്തീൻ്റെക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തീൻ്റെ അത്ര കട്ടിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരളവിൽ നമ്മൾക്കിത് കുഴച്ചെടുക്കാം. ഞാൻ അതിൻ്റെ അളവ് കാണിക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് വെള്ളമായാലും ലൂസായി പോകും. പിന്നെ വീണ്ടും മാവ് ചേർത്തിട്ട് അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴേ നന്നായിട്ട് വരുമല്ലോ. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കട്ടിയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസുണ്ട്. നിങ്ങൾ കയ്യിലൊട്ടുന്നതെന്ന് മനസ്സിലാവും. ഈ ഒരളവിൽ കയ്യിലൊട്ടുന്നുണ്ട്. ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ എല്ലാം ഒരു കട്ടിയിൽ കുഴച്ചെടുത്താൽ കുറച്ച് ബട്ടർ നാൻ കുറച്ച് ചപ്പാത്തി മാതിരി ഹാർഡായിട്ട് കുറച്ച് അത്ര നല്ലതായിട്ട് വരില്ല. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. ഇതിപ്പോൾ 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ നന്നായിട്ട് അത് പൊങ്ങി വരുമല്ലോ. അപ്പോൾ അതിന് മുൻപേ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഡ്രൈ ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്തെടുക്കും. നമ്മളിവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്തതുകൊണ്ടാണ് ഈ ഒരളവിൽ പൊങ്ങി വന്നിന്. നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാലും കുറച്ച് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. പക്ഷേ ഇത്ര നല്ലോണം അത് ഇതുപോലെ പൊങ്ങി വരില്ല, കുറച്ച് കുറവായിരിക്കും. ഇതൊന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ നോർമലായിട്ട് മൈദയിൽ ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഞാനിതിപ്പം ഈ ഒരു അളവിൽ 5 പാർട്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിതിപ്പോൾ ഒരുപാട് വലുതല്ല, ഓരോ അരിമാവിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ ഒരുപാട് തിന്നായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്, കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് മാവിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ പരത്തിയെടുക്കാം. വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ അത് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ലൈറ്റായിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബട്ടർ നാൻ എന്ന് പറഞ്ഞിട്ട് നോർമൽ ബട്ടർ നാൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ പരത്തിയെടുക്കും. നമ്മൾക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പഴയ പാത്രം യൂസ് ചെയ്യാൻ കാരണം നമ്മൾ പുതിയ പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിതിപ്പോൾ ചുട്ടെടുക്കുന്നത് ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൂല, അത് വിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്ന രീതി കാണിക്കാം.
ഇതിപ്പോൾ ഇത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചത് നന്നായിട്ട് ചൂടാവണം. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ നന്നായിട്ട് അത് പിടിച്ച് നിൽക്കൂ, ഒട്ടി പിടിക്കൂലോ അത്. അപ്പോൾ ഇവിടെ പാൻ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഈ സമയം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിവിടെ പരത്തി വെച്ച ബട്ടറിനാണ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഒരു സൈഡ് മാത്രമാണ്, രണ്ട് സൈഡും ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് സൈഡാണോ കല്ലിലിടുന്ന ആ സൈഡ് മാത്രം വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനുശേഷം ഇതുപോലെ തന്നെ എടുത്തിട്ട് ഈ വെള്ളം നനച്ച ഭാഗം കല്ലിലിട്ട് കൊടുക്കണം. ആ സൈഡാണ് കല്ലിൽ വീഴേണ്ടത്. ഇതുപോലെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം എടുത്തിട്ട് നമ്മൾ അതുപോലെ തന്നെ ടേൺ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ആ സമയം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു മിനിറ്റ് ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിത് ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഒട്ടി നിന്നിട്ടേ ഉണ്ടാവുക. ജസ്റ്റ് ഇവിടെ കത്തി വെച്ചിട്ട് എടുക്കുന്നത്, കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. ചൂടുണ്ട്. ഇതുമാതിരി ഒട്ടി നിൽക്കും, ഇതുപോലെ ഒട്ടി നിൽക്കും. അപ്പോൾ ഒന്ന് റെഡിയായി. നമ്മൾക്കിതുപോലെ ബാക്കിയും റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ബട്ടർ എടുത്തിട്ട് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വേണമെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതുപോലെ സ്പ്രെഡ് ചെയ്താൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുകൂടാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ചൂടോടുകൂടെ തന്നെ ആൾക്കാർക്ക് സെർവ് ചെയ്യണം. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ 5 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരളവിൽ എടുത്തതിന് 5 എണ്ണമാണ് ചെയ്തെടുത്തിന്. നമ്മൾ നോർമലായിട്ട് മൈദയിൽ ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിനുണ്ടാവും. അതുകൂടാണ്ട് ഇത് നമ്മൾ നോർമലായിട്ട് മൈദ അത്ര ഹെൽത്തി അല്ല എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പം ഗോതമ്പിൽ ചെയ്തെടുത്താൽ നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബട്ടർ നാനായിട്ട് ചെയ്തെടുക്കാം. അതിനൊന്നിച്ച് ഞാനിവിടെ ബട്ടർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ വേണ്ടുന്നവർ അത് നോക്കിയിട്ട് ചെയ്ത് നോക്ക്. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കൂടാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഒന്നിച്ച് പനീർ ബട്ടർ മസാല, കാജു മസാല, വെജിറ്റബിൾ മസാല അങ്ങനെ പലതും കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.